എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ ബഹുമാന്യ പ്രേക്ഷകർക്കും ശ്രോതാക്കൾക്കും അനശ്വരനായ യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹീതമായ നാമത്തിൽ ക്രൈസ്തവ അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. പ്രേക്ഷിത വഴിയിൽ അനുഭവങ്ങളും അനുഭവ പാഠങ്ങളും എന്ന ശീർഷകത്തിൽ നിങ്ങൾ ശ്രവിക്കുന്നത് എൻ്റെ ആത്മകഥയാണ്. ഇതിൻ്റെ സംരക്ഷണം ദൃശ്യ മാധ്യമത്തിലൂടെ ആവിഷ്കരിച്ച് നിങ്ങളുടെ സവിധത്തിലെത്തിക്കുന്നത് എനിക്ക് എന്തെങ്കിലും പേരിനോ പെരുമയ്ക്കോ ഞാൻ ഏതോ വലിയ കാര്യങ്ങൾ ചെയ്ത ഒരു വലിയ മനുഷ്യനാണ് എന്ന് വരുത്തി തീർക്കാനല്ല, മറിച്ച് ക്രൈസ്തവ സഭാചരിത്രം നമ്മൾ അപഗ്രഥിച്ചാൽ സമൂഹത്തിനും ദൈവത്തിനും ഏറ്റവും അധികം പ്രയോജനപ്പെട്ട നിരവധി ദൈവദാസന്മാരുടെ, പ്രേക്ഷിതരുടെ സാമൂഹികമായ നവോത്ഥാനത്തിന് ദൈവം ഉപയോഗിച്ച നിരവധി ആളുകളുടെ ജീവിതവും ചരിത്രവും നമ്മൾക്കൊന്ന് കാണാനോ കേൾക്കാനോ കഴിയാതെ പോയിട്ടുണ്ട് എന്നുള്ളത് ഒരു നഗ്നമായ യാഥാർത്ഥ്യമാണ്. അത് ഹൃദയത്തിൽ തട്ടിയപ്പോഴാണ് ഞാനൊരു അല്പദാസനാണ്, അപ്രയോജനഭൃത്യനാണ്, വലിയ കാര്യങ്ങൾക്കൊന്നും ഉപയോഗിക്കപ്പെട്ട ഒരു വലിയ മനുഷ്യനല്ല, ഒരു സാധു മനുഷ്യനാണ് ഞാൻ. എന്നാൽ ഞാനിവിടെ ജീവിച്ചിരുന്നു എന്നും എന്നെക്കൊണ്ട് ദൈവം എന്തൊക്കെ ചെയ്യിച്ചു എന്നും അടുത്ത തലമുറയും ഇന്ന് ജീവിച്ചിരിക്കുന്ന എൻ്റെ സഹജീവികളും അറിയണം എന്നുള്ള അദമ്യമായ ആഗ്രഹത്തിലാണ് ഈ ഉദ്യമം ഞങ്ങൾ ചെയ്യുന്നത്. ഇതാരുടെയും മഹത്വത്തിനല്ല, ദൈവനാമ മഹത്വത്തിനും സമൂഹത്തിൻ്റെ നന്മയ്ക്കും വേണ്ടി മാത്രമാണ് എന്ന് ആമുഖമായി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഏത് കാര്യവും വിമർശിക്കപ്പെടുകയും ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഈ മുഖവുര, ഞാൻ പറയുന്ന ഈ ആമുഖക്കുറിപ്പ് അല്ലെങ്കിൽ ആമുഖമായി ഞാൻ പറയുന്ന ഈ കാര്യങ്ങൾ, അത് ഞാൻ പറയുന്ന അർത്ഥത്തിലും ഉദ്ദേശത്തിലും ഉൾക്കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താൻ സാധിക്കണം എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അതാണ് ഈ ഒരു മഹത്തായ സംരംഭം എന്ന നിലയിൽ ഞങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. ഈ വഴി എൻ്റെ സഹപ്രവർത്തകരായ ദൈവദാസന്മാരും പിന്തുടരുന്നത് നമ്മുടെ സമൂഹത്തിന്, അടുത്ത തലമുറകൾക്ക് അത് പ്രയോജനകരമായി തീരും. എന്നേക്കാൾ ഉപയോഗിക്കപ്പെട്ടവരും അറിയപ്പെട്ടവരും മഹത്തായ ആത്മീക കാര്യങ്ങൾക്ക് വേണ്ടി ദൈവം ആയുധമായി, ഇണങ്ങിയ ആയുധമായി പ്രയോഗിക്കുകയും ചെയ്തിട്ടുള്ള ദൈവദാസന്മാർ അക്കാര്യത്തിന് മുതിരണം എന്നുള്ളതാണ് എളിമയോടെ എനിക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്. എൻ്റെ ജീവിതം ഒരു എളിയ ആരംഭത്തിൽ നിന്ന് ദൈവം കരുപ്പിടിപ്പിച്ചെടുത്തതാണ്. ഞാനൊരു വലിയ സമൂഹത്തിൽ ലോകമാകെയോ ഇന്ത്യ മൊത്തമോ അറിയപ്പെടുന്ന ഒരു വ്യക്തിയല്ല. എന്നാൽ പരിമിതമായ ഒരു വൃത്തത്തിനുള്ളിൽ ദൈവം എന്നെ ഉപയോഗിച്ചു എന്നുള്ളത് ദൈവനാമ മഹത്വത്തിനായി മാത്രം നിങ്ങളുടെ മുമ്പിൽ പ്രസ്താവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വളരെ സന്തോഷത്തോടെയാണ്, സംതൃപ്തിയോടെയാണ് ഞാൻ ഈ കർത്തവ്യം നിർവഹിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. പ്രിയ സഹോദരങ്ങളെ, എന്നെ ശ്രദ്ധിക്കുന്ന എൻ്റെ മക്കളെ, നിങ്ങളുടെ ജീവിതം കൊണ്ട് ദൈവത്തിന് ഒരു വലിയ ഉദ്ദേശമുണ്ട്. ഒരു എളിയ ആരംഭമായിരുന്നു എൻ്റെ ജീവിതം. ഒരു കൊച്ചു ഗ്രാമത്തിലായിരുന്നു എൻ്റെ ജനനം. ഒരു ഇടത്തരം കുടുംബത്തിലായിരുന്നു ഞാൻ വളർന്നു വന്നത്. എന്നാൽ വലിയവനായ ദൈവത്തിൻ്റെ അത്ഭുതകരമായ കരങ്ങളിൽ ദൈവം എന്നെ ഉപയോഗിച്ചപ്പോൾ എൻ്റെ ദൃഷ്ടിയിലും എൻ്റെ ചിന്തയിലും ഏറ്റവും മഹത്തരവും വലിയത് എന്ന് അത്ഭുതപ്പെടുത്തുന്നതുമായ അനേക കാര്യങ്ങൾ, എന്നെ കേൾക്കുന്നവർക്ക് അതുണ്ടാകണം എന്നില്ല, അനേക കാര്യങ്ങൾക്ക് ദൈവം എന്നെ ഉപയോഗിച്ചു എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിലെ സംതൃപ്തിയും ചാരിതാർത്ഥ്യവും. ഞാൻ പറഞ്ഞതുപോലെ ഒരു കൊച്ചു ഭവനത്തിലാണ് ഞാൻ ജനിക്കുന്നത്.
എൻ്റെ പിതാവിൻ്റെ പേര് പി സാമുവേൽ എന്നായിരുന്നു. മാതാവ് മറിയാമ്മ സാമുവേൽ. എനിക്ക് 5 സഹോദരങ്ങളാണുള്ളത്. എൻ്റെ സഹോദരങ്ങളിൽ ചിലർ ഞാൻ ജനിക്കും മുമ്പേ മൃതിയടഞ്ഞു പോയവരാണ്. എൻ്റെ പേര് തമ്പാച്ചൻ എന്നാണ് വീട്ടിലിട്ടിരിക്കുന്നത്. എല്ലാവരും വിളിക്കുന്ന വിളിപ്പേര് അതാണ്. എൻ്റെ വീട്ടിലെ ഓമനപ്പേര് അതാണ്. അങ്ങനെ എനിക്ക് തമ്പാച്ചൻ എന്ന് പേരിടാൻ തന്നെ ഒരു സാഹചര്യമുണ്ട്. എൻ്റെ പിതാവിനും മാതാവിനും അരുമയായി ജനിച്ച, എനിക്ക് മുമ്പായി ജനിച്ച ഒരു മകൻ, അദ്ദേഹത്തിന് അവരിട്ട പേര് തമ്പാച്ചൻ എന്നായിരുന്നു. ആ മകൻ മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ ഓർമ്മ നിലനിർത്താൻ വേണ്ടിയാണ് എനിക്ക് തമ്പാച്ചൻ എന്ന് പേരിട്ടത്. സ്കൂളിൽ എന്നെ ചേർത്തപ്പോൾ എനിക്ക് തമ്പാൻ എന്ന പേരായി. ഞങ്ങളുടെ വീട്ടുപേര് പുത്തൻ പറമ്പിൽ എന്നാണ്. പുത്തൻ പറമ്പിൽ സാമുവേൽ തമ്പാൻ എന്ന് വരുന്ന PS തമ്പാൻ എന്ന പേരിൽ എൻ്റെ ഔദ്യോഗിക നാമം അറിയപ്പെടുകയാണ്. ഇന്ന് എനിക്ക് പരിചിതരായിട്ടുള്ള ആളുകളൊക്കെ എന്നെ അറിയുന്നത് PS തമ്പാൻ സഹോദരൻ എന്ന പേരിലാണ്. അതിലെനിക്കൊരു അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. 1957 നമ്മുടെ കേരള ചരിത്രത്തിലെ നിർണായകമായൊരു വർഷമാണ്. 1957 നവംബർ മാസം 1-ാം തീയതിയാണ് കേരളപ്പിറവിയായി നമ്മൾ ആഘോഷിക്കുന്നത്, കൊണ്ടാടുന്നത്. അതുപോലെ അതേ വർഷം 1957 നവംബർ മാസം 9-ാം തീയതി ആണ് ഈ ഭവനത്തിൽ ജനിക്കാനുള്ള അവസരം ദൈവം എനിക്ക് നൽകുന്നത്. എൻ്റെ മാതാപിതാക്കൾ ദൈവഭക്തരായിരുന്നു എന്ന് മാത്രമല്ല, അവർ രക്ഷിക്കപ്പെട്ടവരും സ്നാനപ്പെട്ടവരും ജീവിതത്തിൽ വേർപാട് പാലിച്ച് ജീവിക്കുന്നവരും ആയിരുന്നു. എന്നാൽ ഞാൻ ജനിക്കുന്ന ഘട്ടത്തിൽ ഒരു വലിയ പരാജയം എൻ്റെ കുടുംബത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന സന്ദർഭമായിരുന്നു. എൻ്റെ പിതാവ് രക്ഷിക്കപ്പെട്ട് പ്രേക്ഷിത വൃത്തിക്ക് വേണ്ടി തൻ്റെ ജീവിതം സമർപ്പിച്ച് യൂക്മോൾ ബൈബിൾ കോളേജിൽ വൈദിക പഠനം അഥവാ വേദപഠനത്തിന് വേണ്ടി പോയിരിക്കെ അവിടെ വെച്ച് താൻ തിരികെ പോരുവാൻ ഒരു ചിന്താഗതി ഉണ്ടായി. അദ്ദേഹം നാട്ടിലേക്ക് തിരികെ വന്നിട്ട് ഇന്ന് കേരളത്തിലൊക്കെ പരക്കെ അറിയപ്പെടുന്ന KP യോഹന്നാൻ ഇപ്പോൾ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള അന്നത്തെ മലയാളം പ്ലാന്റേഷനിൽ ടീ ഫാക്ടറിയിൽ എൻ്റെ പിതാവിന് സൂപ്പർവൈസറായിട്ട് ജോലി ലഭിച്ചു. ആത്മീകമായി വളരെ മുന്നാക്കത്തിൽ പോയിരുന്ന അദ്ദേഹം കാലക്രമേണ തൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ പണവും കൂട്ടുകാരും ഒക്കെ ആയി കഴിഞ്ഞപ്പോൾ പിന്മാറ്റ ജീവിതത്തിലേക്ക് പോയി. ആ ഘട്ടത്തിലാണ് എളിയവനായ എൻ്റെ ജനനം. അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ നേരിടേണ്ടി വന്നു. എന്നാൽ ഈ പിന്മാറ്റത്തിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ ദൈവത്തെ വിട്ടങ്ങ് ഒത്തിരി അകലെ പോയി എന്ന് പറയാൻ എനിക്ക് സാധ്യമല്ല. എന്നാൽ ദൈവത്തിന് സ്തോത്രം, തൻ്റെ ജീവിതത്തിൽ ഒരു മടങ്ങി വരവിന് ദൈവം അവസരം നൽകി. എന്നാൽ എൻ്റെ പിതാവ് പിന്മാറ്റത്തിലായിരിക്കുന്ന സമയത്തും അദ്ദേഹത്തിൻ്റെ എടുത്തു പറയേണ്ട 2 സവിശേഷതകൾ ആത്മീക തലത്തിൽ ഉണ്ടെന്നുള്ളത് പ്രത്യേകം പ്രസ്താവ്യമാണ്. ഞങ്ങൾ മക്കൾ, ഞാനും എൻ്റെ മൂത്ത സഹോദരി സൂസൻ വർഗീസ്, ഇപ്പോൾ മഹാരാഷ്ട്രയിൽ നാഗ്പൂരിൽ കർത്താവിൻ്റെ വേല ചെയ്യുന്ന ഡോക്ടർ മാത്യു വർഗീസിൻ്റെ സഹധർമ്മിണിയാണ് എൻ്റെ ആ പെങ്ങൾ, എൻ്റെ സഹോദരി. ഞങ്ങൾ തമ്മിൽ 1.25 വയസ്സിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. എൻ്റെ പിതാവ് എല്ലാ ദിവസവും ഞങ്ങളെ 2 പേരെയും ഇരുവശത്തും, ഒരാളെ ഇടതുഭാഗത്തും ഒരാളെ വലതുഭാഗത്തും കിടത്തി ബൈബിളിലെ വാക്യങ്ങൾ പഠിപ്പിക്കുകയും ഗാനങ്ങൾ, എൻ്റെ പിതാവ് നന്നായി പാടുമായിരുന്നു, പാട്ടുകൾ പഠിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. ഞാനിപ്പോഴും ഓർക്കുന്നു, എൻ്റെ ആ കുരുന്നു പ്രായത്തിൽ മഹാകവി KV സൈമൺ എഴുതിയ യേശുക്രിസ്തുവിൻ്റെ ജീവചരിത്രം മുഴുവൻ ഉൾക്കൊള്ളുന്ന ശ്രീ നരപതിയെ സിയോൻ മണവാളനെ എന്നുള്ള പാട്ട് അദ്ദേഹം ഞങ്ങളെ ഇരുവരെയും ഒരുമിച്ച് പഠിപ്പിച്ചു. ആ കുരുന്നു പ്രായത്തിൽ തന്നെ
അതിൻ്റെ അർത്ഥം ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. അങ്ങനെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജീവചരിത്രം ഒരു പാട്ടിലൂടെ ഞങ്ങളെ പഠിപ്പിച്ചത് ഇപ്പോഴും ഞാൻ നന്ദിയോടെ എൻ്റെ പിതാവിനെ സ്മരിച്ചുകൊണ്ട് 1982 അദ്ദേഹം മഹത്വത്തിലേക്ക് മാറ്റപ്പെട്ടു. അദ്ദേഹത്തെ സ്മരിച്ചുകൊണ്ട് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. രണ്ടാമത് അദ്ദേഹത്തിൽ കണ്ട ഒരു പ്രത്യേകത, പിന്മാറ്റത്തിൻ്റെ ആ കാലഘട്ടത്തിലെ ജീവിതത്തിലും താൻ ജോലിക്ക് ഫാക്ടറിയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ കയ്യിലിരിക്കുന്ന ബൈബിളിൻ്റെ വലിപ്പത്തിലുള്ള ബുക്കുകൾ ബൈൻഡ് ചെയ്ത് അദ്ദേഹം സൂക്ഷിച്ചിരുന്നു. ആ ബുക്കിൽ എല്ലാ ദിവസവും രാവിലെ താൻ പഠിക്കുന്ന ബൈബിളിലെ ഭാഗങ്ങൾ രേഖപ്പെടുത്തുമായിരുന്നു. അങ്ങനെ നിരവധി പുസ്തകങ്ങൾ, ബുക്കുകൾ എൻ്റെ വീട്ടിൽ എൻ്റെ പിതാവ് ലൈബ്രറിയിൽ സൂക്ഷിച്ചിരുന്നു. ഞാൻ ദുഃഖത്തോടെ പറയട്ടെ, അതിലൊന്നുപോലും ഇപ്പോൾ എൻ്റെ കയ്യിലില്ല എന്നുള്ളതാണ് വാസ്തവം. അതിൻ്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ, എൻ്റെ പിതാവിൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ആരെയും ആകർഷിക്കുന്നതായിരുന്നു. 2, അദ്ദേഹം എഴുതി വെച്ച ചിന്തകൾ അത്യുത്കൃഷ്ടമായ ബൈബിളിലെ ആലോചനകളായിരുന്നു. അത് എനിക്ക് വേണം എന്ന് പറഞ്ഞ് തൻ്റെ മരണശേഷം എൻ്റെ പിതാവിനെ സ്നേഹിച്ച ഒരുപാട് പേര് അവയെല്ലാം കൊണ്ടുപോയി. ഇപ്പോൾ നാമമാത്രമായ ഒരു ബുക്ക് മാത്രമാണ് എൻ്റെ കയ്യിൽ അവശേഷിക്കുന്നത്. ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, ഇങ്ങനെ പിന്മാറ്റത്തിലായിരുന്നെങ്കിലും അദ്ദേഹം ആത്മീക കാര്യങ്ങളിൽ തൽപരനായിരുന്നു എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ കാര്യം ഓർമ്മിപ്പിച്ചത്. എന്നാൽ തൻ്റെ ഔദ്യോഗിക ജീവിതത്തിന് വിരാമം കുറിക്കേണ്ട ഒരു പ്രത്യേക ദശാസന്ധി ദൈവം ഉളവാക്കി. തൻ്റെ ഫാക്ടറിയിലെ ജീവിതത്തിൽ തൻ്റെ മുകളിലത്തെ ഉദ്യോഗസ്ഥനുമായി ഒരഭിപ്രായ വ്യത്യാസം ഉണ്ടാകുകയും പൊടുന്നനെ എൻ്റെ പിതാവ് ആ ജോലി, ആ ഉദ്യോഗം രാജിവെക്കുകയും ചെയ്തു. അവിടെ നിന്ന് ചെറുവള്ളി എസ്റ്റേറ്റിൽ നിന്ന് ഞങ്ങളുടെ ജീവിതം വേറൊരു തലത്തിലേക്ക്, അന്ന് ഞാൻ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയമാണ്, 3ാം ക്ലാസ്സിൽ പരീക്ഷ ജയിച്ച സമയമാണ്. 4ാം ക്ലാസ്സിൽ വേറൊരു സ്കൂളിലേക്ക് ചേക്കേറണ്ടിയ, അവിടെ ചെന്നു പഠിക്കേണ്ട ഒരു സ്ഥിതിവിശേഷമുണ്ടായി. അവിടെ നിന്ന് എൻ്റെ പിതാവ് നേരെ വരുന്നത് കീക്കൊഴൂർ എന്ന സ്ഥലത്തേക്കാണ്. അവിടെ വന്ന് അദ്ദേഹം തനിക്ക് കിട്ടിയ ആനുകൂല്യങ്ങൾ കൊണ്ട് ഒരു വലിയ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പൊക്കാനുള്ള പരിശ്രമമായി. തേയില, കാപ്പിപ്പൊടി, കോഫി, ടീ, ഈ 2 പൗഡറിൻ്റെ വിതരണക്കാരനായി താൻ ഹോൾസെയിൽ എടുത്തിട്ട് വിതരണക്കാരെ വെച്ച് ആ ജോലി ചെയ്യുന്ന ഒരു ഘട്ടം, വലിയ ബിസിനസ് നടന്നു വരുന്ന ഒരു കാലത്ത് പെട്ടെന്ന് പൊടുന്നനെ ആ ബിസിനസ് 4 നിലയിൽ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞാൽ 8 നിലയിൽ പൊട്ടി. പൈസ ബാലൻസ് ഇല്ലാതെ എൻ്റെ പിതാവ് ബിസിനസ് നിർത്തി കരയ്ക്ക് കയറിയിരിക്കുകയാണ്. എങ്ങോട്ട് പോകണമെന്ന് അറിഞ്ഞുകൂടാ. എനിക്ക് 3 പെങ്ങന്മാർ, 2 ജ്യേഷ്ഠന്മാർ, ഞങ്ങൾ 6 മക്കളാണ് അപ്പോഴുള്ളത്. ഞങ്ങൾ എങ്ങോട്ട് പോകണം, എങ്ങനെ ജീവിക്കും, അടുത്ത ചുവട് എങ്ങനെ വയ്ക്കും? എന്നാൽ ഞാൻ എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ദൈവത്തിനൊരു ഉദ്ദേശമുണ്ടെങ്കിൽ ദൈവം അത് സാധിപ്പിച്ചിരിക്കും. എൻ്റെ പിതാവിനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ആഗ്രഹവും ദൈവത്തിൻ്റെ ഉദ്ദേശവും, ദൈവത്തിൻ്റെ ഇഷ്ടം, താനൊരു ബിസിനസ്സുകാരനായി ലോകം വെട്ടിപ്പിടിക്കുന്ന ഒരു പണക്കാരനായി വിരാജിക്കാനായിരുന്നില്ല. പണ്ട് യുക്മോൾ ബൈബിൾ കോളേജിലേക്ക് പോകുന്ന സമയത്ത് സമർപ്പിക്കപ്പെട്ട ആ സമർപ്പണം സ്വർഗത്തിലെ ദൈവം കണക്കിട്ടു. ഈ ഘട്ടത്തിലാണ് എൻ്റെ പിതാവ് രക്ഷിക്കപ്പെടുന്ന സമയത്ത് അദ്ദേഹത്തെ ആത്മീക ബാലപാഠങ്ങൾ പഠിപ്പിച്ച് PP മാത്യു എന്ന സിലോൺ പെന്തക്കോസ്ത് സഭാബന്ധത്തിലുണ്ടായിരുന്ന PP മാത്യു എന്ന് പറഞ്ഞ ആ ദൈവദാസൻ, പിന്നീട് അദ്ദേഹത്തെ അറിയപ്പെട്ടത് മാത്യു ഫിലിപ്പോസ് എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെട്ടത്. അദ്ദേഹവും ഞങ്ങളുടെ കുടുംബ ബന്ധത്തിലൊരാളായിരുന്നു. എൻ്റെ പിതാവിൻ്റെ ഗുരുവായിരുന്നു, ആത്മീക ഗുരുവും ആത്മീക പിതാവുമായിരുന്നു അദ്ദേഹം. വർഷങ്ങളായി ഇവർ തമ്മിൽ രക്ഷിക്കപ്പെട്ട എൻ്റെ പിതാവ് തങ്ങളുടെ സ്വന്തം സ്ഥലമായ ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട്, പായിപ്പാട് വിട്ട് ചെറുവള്ളിയിലേക്ക് ചേക്കേറിയ ആ കാലഘട്ടം മുതൽ ഒരു ബന്ധവും ഇല്ലാതിരുന്ന ഈ പിതാവ് ഒരു ഇൻലാൻഡിൽ എൻ്റെ പിതാവിൻ്റെ അഡ്രസ്സ് കണ്ടെത്തി ഒരു കത്തെഴുതുകയാണ്. ശമൂവേൽ ഇട്ടി, മോനെ, ഞാൻ 12 പേരെയാണ് ദൈവവചനം പഠിപ്പിച്ചത്, രക്ഷയിലേക്ക് നടത്തി,
നിൻ്റെ ബാല്യകാലത്ത്. പക്ഷെ നിന്നെ മാത്രം ആത്മീക രംഗത്ത് കാണുന്നില്ല, കർത്താവിൻ്റെ വേലയുടെ മുഖത്ത് കാണുന്നില്ല. ഞാൻ പുതുക്കുളം എന്ന സ്ഥലത്ത് ഒരു വീടെടുത്തിട്ടിട്ടുണ്ട്, നീ അവിടെ വന്ന് കർത്താവിൻ്റെ വേല ചെയ്യണം. ശ്രദ്ധിക്കണേ സഹോദരങ്ങളെ, ഇതെന്തൊരു മഹാത്ഭുതമാണ്. ഒരാളെ ദൈവം വേലയിലേക്ക്, തൻ്റെ ശുശ്രൂഷയിലേക്ക് പുനർപ്രതിഷ്ഠിക്കുന്നതും വിളിക്കുന്നതും പുനർക്ഷണം നടത്തുന്നതും എങ്ങനെയാണ് എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തുന്ന ഒരു മഹാസത്യം കൂടെയാണ്, സംഭവം കൂടെയാണ് ഇത്. അങ്ങനെ ഞാനും എൻ്റെ പിതാവും എൻ്റെ 3 സഹോദരിമാരും ഒരുമിച്ച്, ജ്യേഷ്ഠന്മാർ അപ്പോഴത്തേക്കും വിവാഹിതരായിരുന്നു, വേറെ മാറി താമസിക്കാൻ തുടങ്ങിയിരുന്നു. ഞങ്ങൾ പുതുക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് മാറ്റപ്പെടുകയാണ്. എൻ്റെ ജീവിതത്തിൻ്റെ ആത്മീക ചരിത്രം ആരംഭിക്കുന്നത് ഈ കാലഘട്ടത്തിലാണ്. എൻ്റെ പിതാവിൻ്റെ പ്രേക്ഷിത വൃത്തിയിൽ അവിടെ വലിയൊരു സ്ഥലം സഭയുണ്ടായി. അനേക യുവാക്കന്മാരും യുവതികളും സുവിശേഷ സത്യങ്ങളിലേക്ക് സാമുദായിക പശ്ചാത്തലത്തിൽ നിന്നുമൊക്കെ രക്ഷിക്കപ്പെട്ടു മുന്നോട്ട് വന്ന് അങ്ങനെ ഒരു വലിയ കൂടിവരവ് അവിടെ ഉണ്ടായി, വലിയൊരു ആത്മീക ഉണർവുണ്ടായി. ആ കാലഘട്ടത്തിലാണ് ഞങ്ങളുടെ ജീവിതത്തിലെ ആത്മീകമായ വലിയൊരു നവോത്ഥാനത്തിനും ഉണർവിനും സാഹചര്യം ഉടലെടുക്കുന്നത്. അവിടെ വെച്ച് ഞങ്ങളന്ന് ചേർന്ന് നിന്നിരുന്ന സഭാ സമൂഹത്തിൻ്റെ പേര് ചർച്ച് ഓഫ് ക്രൈസ്റ്റ് എന്നാണ്. ആ ചർച്ച് ഓഫ് ക്രൈസ്റ്റിൻ്റെ ഒരു പ്രവർത്തകനായിരുന്നു ബഹുമാന്യനായി PP മാത്യു എന്ന മാത്യു ഫിലിപ്പോസ് അപ്പച്ചൻ. അദ്ദേഹം മുഖാന്തരം ആരംഭിച്ച ആ പ്രവർത്തനം പിന്നീട് ബ്രദർ സമൂഹത്തിനും കേരളീയർക്കും ഒക്കെ പരക്കെ അറിയാവുന്ന പ്രസിദ്ധനായ KV ജോർജ് MA MTH പത്തനാപുരം, അദ്ദേഹം ആ പ്രവർത്തനത്തിലേക്ക് ഞങ്ങളെ ആനയിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ ചർച്ച് ഓഫ് ക്രൈസ്റ്റ് എന്ന പ്രസ്ഥാനം എൻ്റെ പിതാവിൻ്റെ പ്രവർത്തന ഫലമായിട്ട് ആ സഭാ സമൂഹം അവിടെ ആരംഭിക്കുകയാണ്. ഞാൻ എളിമയോടെ പറയട്ടെ, ആ കാലഘട്ടത്തിൽ നടന്ന ആത്മീക പ്രവർത്തനങ്ങൾ ചെറുതല്ല. ഇപ്പോൾ പലയിടത്തും നമ്മൾ കാണുന്നുണ്ടല്ലോ ഈ മുറ്റത്ത് കൺവെൻഷൻ, അത് ഇപ്പോഴത്തെ ഒരു പ്രത്യേകതയാണ്. എന്നാൽ ഈ മുറ്റത്ത് കൺവെൻഷൻ ആരംഭിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ എൻ്റെ പിതാവിൻ്റെ പേര് PP സാമുവൽ എന്ന് പറയേണ്ടി വരും. ആ പ്രദേശത്തുള്ള വീടുകളുടെയൊക്കെ മുമ്പിൽ പന്തലൊന്നും ഇട്ടല്ല, അവരുടെ വീടിൻ്റെ മുറ്റത്ത് മൈക്ക് വെച്ച് മീറ്റിങ്ങൾ നടക്കുകയാണ്. ആ കാലഘട്ടത്തിൽ ഞാനും, പിൽക്കാലത്തല്ല ഞാൻ പ്രഭാഷകനാകുന്നത്, ഞാൻ എൻ്റെ രക്ഷയെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ഞാൻ പറയട്ടെ, ആ കാലഘട്ടത്തിലെ മുറ്റത്ത് കൺവെൻഷനിലാണ് ഞാനും പ്രസംഗ ശുശ്രൂഷ ആരംഭിക്കുന്നത്. അങ്ങനെ എൻ്റെ പിതാവിൻ്റെ പ്രോത്സാഹനത്തിൽ നിരവധി പ്രസംഗകർ തന്നെ ആ കാലഘട്ടത്തിൽ രൂപപ്പെടുകയുണ്ടായി. ഈ പുതുക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്ത് മാത്രമല്ല, അതിനു പുറത്തുള്ള മേഖലകളിൽ നിന്നും അനേക യുവാക്കന്മാരെ പ്രഭാഷണത്തിന് വേണ്ടി കൊണ്ടുവന്ന് അവരെ പ്രസംഗകരാക്കി മാറ്റാൻ എൻ്റെ പിതാവിനെ സ്വർഗത്തിലെ ദൈവം ഉപയോഗിച്ചു എന്നുള്ളത് വളരെ സന്തോഷത്തോടെ പറയട്ടെ. ഈ കാലഘട്ടത്തിൽ വാർഷിക കൺവെൻഷൻ ആയിട്ട്, സുവിശേഷ യോഗങ്ങളായിട്ട് ഞങ്ങളെ വയലുകളിൽ പന്തലിട്ടും ഗ്രൗണ്ടുകളിൽ പന്തലിട്ടും കൺവെൻഷൻ നടത്തുമായിരുന്നു. ഓർമ്മിപ്പിക്കട്ടെ, അക്കാലഘട്ടത്തിലാണ് എൻ്റെ പിതാവ് വിളിച്ചു വരുത്തി ഞങ്ങളുടെ വീട്ടിൽ താമസിപ്പിച്ച് പ്രസംഗിപ്പിച്ച ദൈവദാസന്മാരായ KV ജോർജ് MA MTH, അദ്ദേഹത്തിൻ്റെ സഹോദരൻ KV ജോൺ BA, തുടർന്ന് അത് ആ സഭാ സമൂഹത്തിൽപ്പെട്ടവരാണ്. എന്നാൽ ബഹുമാന്യനായ ആദരണീയനായ ഈ അടുത്ത സമയത്ത് കർത്തൃസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ട PI എബ്രഹാം അഥവാ കാനവച്ചൻ എന്ന പേരിൽ അറിയപ്പെട്ട ആ ദൈവദാസൻ, അതുപോലെ തന്നെ ആദരണീയനായ ഞാൻ ഏറ്റവും അധികം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന R കൃഷ്ണൻകുട്ടി തിരുവട്ടാർ, സഹോദരൻ JC ദേവ് തുടങ്ങിയുള്ള നിരവധി ആളുകളെ, ചെറിയാൻ സാറ്, ഇങ്ങനെയുള്ള ആളുകളെ സഭാ വ്യത്യാസം കൂടാതെ ഈ ദൈവദാസന്മാരെ വിളിച്ച് കൺവെൻഷനുകളിൽ പ്രസംഗിപ്പിക്കുന്നത് എൻ്റെ പിതാവിൻ്റെ ഒരു വലിയ ദൗത്യമായി താൻ കണ്ടു. അങ്ങനെയുള്ള പ്രഭാഷണങ്ങളിൽ അവിടെ നിരവധി ആളുകൾ കർത്താവിനെ സ്വീകരിക്കുവാനും രക്ഷിക്കപ്പെടുവാനും, അങ്ങനെ പുതുക്കുളത്തു മാത്രമല്ല അതിൻ്റെ ചുറ്റുപാടുള്ള പ്രദേശങ്ങളിലും
അനേകർ ദൈവകൃപയിലേക്ക് വരുവാനും ഇടയായി. എൻ്റെ ജനനത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. എൻ്റെ ആ ബാല്യകാലത്ത് ഉണ്ടായ ചില അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ആദ്യം പറഞ്ഞു, എൻ്റെ വിദ്യാഭ്യാസം ആരംഭിച്ചത് ചെറുവള്ളി എസ്റ്റേറ്റിലെ ഒരു സ്കൂളിലാണ്. 3ാം ക്ലാസ് വരെ ഞാൻ അവിടെയാണ് പഠിച്ചത്. 4ാം ക്ലാസ്സിൽ ഞാൻ പഠിച്ചത് കീക്കൊഴൂർ, ഞാൻ മുമ്പേ പറഞ്ഞ സ്ഥലം. അവിടെ ചരളയിലെ MTLP സ്കൂളിലാണ് ഞാൻ 4ാം ക്ലാസ് പഠിച്ചത്. 5, 6 ക്ലാസ്സുകളിൽ ഞാൻ പഠിച്ചത് കീക്കൊഴൂർ NMUP സ്കൂളിലാണ്. അത് ബ്രദറൻകാരുടെ നോയൽ സാഹിബ് സ്ഥാപിച്ച ബ്രദറൻ മാനേജ്മെൻറ്റിലുള്ള ഒരു സ്കൂളാണ് അത്. അവിടുത്തെ വിദ്യാഭ്യാസം എനിക്ക് വളരെ പ്രയോജനം ചെയ്തു. അത് കഴിഞ്ഞാണ് ഞങ്ങൾ ഈ പുതുക്കുളം എന്ന സ്ഥലത്തേക്ക് മാറുന്നത്. അവിടെ വെച്ച് ഈ ആത്മീക ശുശ്രൂഷകൾ ഞാൻ പറഞ്ഞല്ലോ, കൺവെൻഷൻ നടന്നു വരികയാണ്. അങ്ങനെ 1970 ജനുവരി മാസത്തിൽ നടന്ന ഒരു കൺവെൻഷൻ, ഒരു വയലിൽ പന്തലിട്ട് നടന്ന ഒരു വലിയ കൺവെൻഷനാണ്. അതിൽ പ്രസംഗിക്കുന്നത് പ്രസിദ്ധനായ വേദശാസ്ത്രജ്ഞനായ ബഹുമാന്യനായ ആദരണീയനായ KV ജോർജ് MA MTH അവറുകളാണ്. അന്ന് അദ്ദേഹം ആ കൺവെൻഷൻ്റെ ഒടുവിലത്തെ ദിവസം ശനിയാഴ്ച രാത്രിയിൽ അദ്ദേഹം പ്രസംഗിച്ചത് ന്യായവിധി എന്ന വിഷയമായിരുന്നു. ഓർക്കണം, അന്ന് എനിക്ക് 13 വയസ്സ് കഴിഞ്ഞ് 14ാമത്തെ വയസ്സിലേക്ക് ഞാൻ കയറുന്ന പ്രായമാണ്, പ്രവേശിക്കുന്ന സമയമാണ്. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഏതാണ്ട് 1.5 മണിക്കൂർ നീണ്ടു നിന്ന ഉജ്ജ്വലമായ ഉത്കൃഷ്ടമായ ദൈവവചനത്തിലെ ആഴമേറിയ സത്യങ്ങൾ പ്രതിപാദിക്കുന്ന ആ പ്രഭാഷണം എൻ്റെ ഹൃദയത്തെ ആകർഷിച്ചു. ആ സ്റ്റേജിൽ നിന്ന് പ്രസംഗിക്കുന്ന ദൈവദാസൻ്റെ മുഖത്ത് സ്ഫുരിക്കുന്ന ദൈവകൃപയും ദൈവ തേജസ്സും എന്നെ ആകർഷിച്ചു. തൻ്റെ അധരപുടങ്ങളിൽ നിന്ന് അടർന്നു വീണ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വചനം, സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം ദൈവാത്മാവിൽ കൂരമ്പ് പോലെ എൻ്റെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങി. ഇരുവായ്ത്തലയുള്ള വാളായ ദൈവത്തിൻ്റെ വചനം, ആത്മാവിൻ്റെ വാളായ ദൈവത്തിൻ്റെ വചനം എൻ്റെ ഹൃദയത്തിൽ മുറിവേൽപ്പിച്ചു. ന്യായവിധിയുടെ ഭീകരതയല്ല എന്നെ ഭയപ്പെടുത്തിയത്, മറിച്ച് ആ പ്രഭാഷണത്തിൻ്റെ അന്ത്യത്തിൽ ആ ദൈവദാസൻ വിവരിച്ച കാര്യം ഞാനിവിടെ ഒന്ന് ഹ്രസ്വമായിട്ട് സൂചിപ്പിക്കാം. ആ ദൈവദാസൻ പറഞ്ഞു, ലോകം കണ്ട ദൈവിക ന്യായവിധി അതിൻ്റെ പൂർണ്ണരൂപത്തിൽ അരങ്ങേറിയത് കാൽവരിയിലെ ക്രൂശിലാണ്. എൻ്റെ ഉൾപ്പെടെയുള്ള അവിടെ ഇരിക്കുന്ന ജനത്തിന് നേരെ തൻ്റെ വിരൽ ചൂണ്ടിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, നിന്റെ പാപത്തിന് വേണ്ടിയാണ്, നിന്റെ പാപത്തിൻ്റെ ന്യായവിധി കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ അനുഭവിച്ചു. പാപം നിമിത്തം നീ ഇനി നരകത്തിൽ പോകേണ്ടി വരികയില്ല. നിന്റെ നരകം യേശുക്രിസ്തു അനുഭവിച്ചു കഴിഞ്ഞു. നിന്റെ നരകം അനുഭവിച്ച യേശുക്രിസ്തുവിനെ നിന്റെ ഹൃദയത്തിൽ രാജാവായി, കർത്താവായി, ദൈവമായി നീ അംഗീകരിച്ചാൽ ഈ നിമിഷം നിനക്ക് സ്വർഗം ലഭ്യമാണ്. നരകം നിന്റെ കൺമുമ്പിൽ, നരകത്തിൻ്റെ കവാടം അടയ്ക്കപ്പെടുകയാണ്. നിന്റെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതപ്പെടുകയാണ്. ആ ദൈവദാസൻ്റെ ആ പ്രസംഗം അവിടെ നൂറുകണക്കിന് ആളുകൾ ഇരുന്ന് ശ്രമിക്കുന്നുണ്ടെങ്കിലും അതെന്നോട് മാത്രമാണ് എന്നുള്ള ഒരു ബോധ്യം എനിക്കുണ്ടാകുകയും ആ പ്രഭാഷണത്തിൻ്റെ ഒടുവിൽ ഞാൻ എഴുന്നേറ്റ് നിന്ന് കണ്ണീരോടുകൂടെ കർത്താവായ യേശുവിനെ എൻ്റെ കർത്താവും രക്ഷിതാവുമായി ഞാൻ സ്വീകരിക്കുവാനിടയായി. ദൈവത്തിന് സ്തോത്രം. ഭാഗ്യനാൾ, ഭാഗ്യനാൾ, യേശു എൻ പാപം തീർത്ത നാൾ. ആ ദൈവദാസൻ്റെ അനുഗ്രഹീതമായ പ്രഭാഷണം കേട്ട് ദൈവവചനത്തിൽ പറയുന്നത് പോലെ സുവിശേഷം എന്ന സത്യവചനം കേട്ട്, ഞാനീ പറയുന്ന വചനം എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യമാണ്. സുവിശേഷം എന്ന സത്യവചനം നിങ്ങൾ കേട്ട് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ നിങ്ങൾ രക്ഷിക്കപ്പെടുകയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ വീണ്ടെടുപ്പിൻ നാളിലേക്ക് മുദ്രയിടപ്പെടുകയും ചെയ്യും എന്നുള്ള അനുഗ്രഹീതമായ യാഥാർത്ഥ്യം ഞാൻ മനസ്സിലാക്കിയത് അവിടെയാണ്. ഞാൻ യേശു ക്രിസ്തുവിനെ വിശ്വസിച്ചു, യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചു, ക്രിസ്തുവിനെ ഞാൻ അംഗീകരിച്ചു, സുവിശേഷത്തിൽ ഞാൻ വിശ്വസിച്ചു. സുവിശേഷം എന്താണ്?
ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവാണ്. ആ ക്രിസ്തുവിൽ, ക്രിസ്തുവിൻ്റെ ജനനം, മരണം, പുനരുത്ഥാനം എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനും എൻ്റെ നീതീകരണത്തിനുമാണെന്ന് ഞാൻ വിശ്വസിച്ചു രക്ഷിക്കപ്പെട്ടു. അന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ദൈവം എന്നെ മുദ്രയിട്ടു. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ആത്മീക ചരിത്രം ആരംഭിക്കുന്നത് PS തമ്പാൻ എന്ന ഈ എളിയവൻ്റെ ആത്മീക ജീവിതത്തിൻ്റെ ലളിതമായ ആരംഭം എന്ന് പറയാൻ പറ്റില്ല, ഏറ്റവും ഉന്നതമായ ആരംഭം ഇങ്ങനെയായിരുന്നു. സുവിശേഷത്തിന് ഏതൊരു പാപിയെയും രക്ഷിക്കാൻ സാധിക്കും. അന്ന് ആ സുവിശേഷ പ്രഭാഷണം എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റെടുത്തത് കൊണ്ട് ഇന്ന് ഞാൻ ഭാഗ്യവാനാണ്. ഇന്നെനിക്ക് 68 വയസ്സുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, കഴിഞ്ഞ സുദീർഘമായ 14-ാമത്തെ വയസ്സ് മുതൽ ഇന്നു വരെയുള്ള എൻ്റെ ജീവകാലഘട്ടം 1970 ജാനുവരി 17-ാം തീയതി ശനിയാഴ്ച രാത്രി മുതൽ ഇപ്പോൾ നിങ്ങളുമായി ഞാൻ സംസാരിക്കുന്ന ഈ നിമിഷം വരെ ഞാൻ അനുഭവിച്ച ആത്മീക സ്വസ്ഥതയും ഞാൻ അനുഭവിക്കുന്ന ആത്മീക സന്തോഷവും അനിർവചനീയമാണ്. ഏതൊരു വ്യക്തിക്കും അത് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകണം എന്നില്ല ഞാൻ അനുഭവിക്കുന്ന ആത്മീക സ്വസ്ഥത. ഇത് യേശുക്രിസ്തു നൽകുന്ന ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ്. സുഹൃത്തെ, ഞാൻ പറയട്ടെ, നിനക്ക് ആത്മീകമായ സ്വസ്ഥത നൽകാൻ, നിൻ്റെ ജീവിതത്തിൽ സ്വസ്ഥത, സമാധാനം നൽകുവാൻ, പ്രത്യാശ നൽകുവാൻ നിൻ്റെ ജീവിതത്തിൽ ഇവിടെയുള്ള ആർക്കും സാധ്യമല്ല. ഒരിസത്തിനും അത് സാധിക്കുകയില്ല. ഇന്ത്യ ഭരിക്കുന്ന, കേരളം ഭരിക്കുന്ന, ലോകത്തിലെ വിവിധ രാഷ്ട്രങ്ങൾ ഭരിക്കുന്ന ഭരണ നേതാക്കന്മാർക്കോ ഭരണകർത്താക്കന്മാർക്കോ, ലോകം കണ്ട എല്ലാ മതങ്ങളും, എനിക്ക് നിരവധി മതങ്ങളെ അറിയാം. എൻ്റെ ലൈബ്രറിയിൽ ആ മതഗ്രന്ഥങ്ങളുണ്ട്. ആ മത നേതാക്കന്മാരെ എനിക്കറിയാം. ഒരു മതത്തിനും ഒരു മത നേതാവിനും തരുവാൻ കഴിയാത്ത ശാന്തി, സമാധാനം എവിടെ മനുഷ്യനുണ്ടോ അവിടെയൊക്കെ ചെന്ന് ആ മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുന്ന ക്രിസ്തുവിൻ്റെ സുവിശേഷം, അതുമാത്രമാണ് ഒരു മനുഷ്യന് ആത്മീക സമാധാനം നൽകുന്നത്, പാപമോചനം നൽകുന്നത്, നിത്യജീവൻ നൽകുന്നത്, സ്വർഗത്തിലേക്കുള്ള പ്രവേശനം നൽകുന്നത്. ഒരു സുവിശേഷകൻ എന്ന നിലയിൽ എൻ്റെ ജീവിതത്തിലെ ഈ അനുഗ്രഹീതമായ, ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഈ സംഭവം ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങളെ എൻ്റെ കർത്താവിങ്കിലേക്ക്, വിശ്വൈക രക്ഷിതാവായ കർത്താവായ യേശു ക്രിസ്തുവിങ്കിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. ഈ അനുഗ്രഹീതമായ സന്തോഷം അനുഭവിക്കുവാൻ വേണ്ടി ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ദൈവമായ കർത്താവ് അതിന് നിങ്ങൾക്ക് അനുഗ്രഹവും സാവകാശവും നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇത് 1970 ജനുവരി മാസം 17-ാം തീയതി ശനിയാഴ്ച രാത്രിയിൽ നടക്കുകയാണ്. ഈ രക്ഷയുടെ അനുഭവത്തെ ബൈബിൾ വിളിക്കുന്ന അനുഗ്രഹീതമായ മറ്റൊരു പേരാണ് വീണ്ടും ജനനം എന്നുള്ളത്. അതിന് വേറൊരു വാക്ക് പറഞ്ഞാൽ പുനർജനനം എന്നാണ്. ആ വാക്ക് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ പറയട്ടെ. എന്നാൽ ഈ പുനർജനനം എന്ന് പറഞ്ഞാൽ മരണാനന്തരമുള്ളതായിട്ടാണ് ഇവിടുത്തെ ഹിന്ദു ഫിലോസഫി പഠിപ്പിക്കുന്നത്. മരിച്ചു കഴിഞ്ഞിട്ട് മനുഷ്യൻ അവൻ്റെ പ്രവൃത്തിക്കനുസരിച്ച് വേറെ ജന്മങ്ങളെടുക്കുകയാണ്, ഇതര ജീവികളായിട്ടോ ദേവൻ്റെ ജന്മം വരെ ഉണ്ടാവാമെന്നാണ് ആ പഠിപ്പിക്കൽ. എന്നാൽ ഞാൻ പറയട്ടെ, അങ്ങനെ ഒരു സംഭവം മരണശേഷം ഉണ്ടാകും എന്ന് വിശ്വസിക്കുകയോ പഠിപ്പിക്കുകയോ ചെയ്യുന്നത് ഒരിക്കലും ലോജിക്കലായിട്ടുള്ളൊരു കാര്യമല്ല, യുക്തിക്ക് ചേരുന്ന ഒരു കാര്യമല്ല. ആ പുനർജന്മങ്ങളുടെ ജന്മാന്തരങ്ങളിലൂടെ ആ മനുഷ്യൻ സൽക്കർമ്മം ചെയ്ത് പിന്നീട് അവൻ ദേവനായിട്ടോ മനുഷ്യനായിട്ടോ ജനിക്കാമെന്നാണ് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഞാൻ മരിച്ച് മരണശേഷം ഒരു കൊതുകായിട്ട് ജനിച്ചാൽ, ഒരു പട്ടിയായിട്ട് ജനിച്ചാൽ, ഒരു സിംഹമായിട്ട് ജനിച്ചാൽ എനിക്ക് എപ്പോഴെങ്കിലും നന്മ ചെയ്യാൻ അവസരം കിട്ടുമോ? എൻ്റെ ജന്മം പിന്നെയും പാഴായി പോവുകയല്ലേ ഉള്ളൂ. എനിക്ക് നന്മ ചെയ്യാൻ അവസരം കിട്ടുമോ? ഒരിക്കലുമില്ല. എന്നാൽ പുനർജനനം എന്ന് പറയുന്നത് മരണാനന്തരമുള്ള ഒരു അനുഭവമായി കാണുന്നതല്ല,
ബൈബിൾ പറയുന്നത് പുതുജനനം മനുഷ്യജന്മത്തിൽ ഇപ്പോൾ തന്നെ നടക്കേണ്ടതാണ്. ഞാനത് ഇങ്ങനെ പറയട്ടെ പ്രിയപ്പെട്ടവരെ, 1970 ജനുവരി മാസം 17-ാം തീയതി ശനിയാഴ്ച രാത്രിയിൽ എൻ്റെ ജീവിതത്തിൽ നടന്ന വീണ്ടും ജനനം. ഞാനിങ്ങനെ പറയാം, ദൈവത്തിൻ്റെ വചനത്താൽ. ഞാൻ വചനം കേട്ടപ്പോഴാണ് രക്ഷിക്കപ്പെടുന്നത്. ദൈവത്തിൻ്റെ വചനത്താൽ, പരിശുദ്ധാത്മാവിനാൽ. അതാണ് യേശുക്രിസ്തു പഠിപ്പിച്ചത്, വെള്ളത്താലും ആത്മാവിനാലും. വെള്ളം എന്നവിടെ പറഞ്ഞിരിക്കുന്ന വചനമാണ്. വചനത്താലും ആത്മാവിനാലും ഞാൻ ജനനം പ്രാപിച്ചു. ഈ പുറത്ത് കാണുന്ന എൻ്റെ ജനനം നടന്നത്, നിങ്ങൾ കാണുന്ന PS തമ്പാൻ്റെ ജനനം നടന്നത് 1957 നവംബർ മാസം 9-ാം തീയതിയാണ്. എന്നാൽ നിങ്ങൾ കാണാത്ത ഒരു അദൃശ്യനായ മനുഷ്യൻ, ആ മനുഷ്യന് ബൈബിൾ കൊടുത്തിരിക്കുന്ന പേര് പുതുമനുഷ്യൻ എന്നാണ്. ആ മനുഷ്യൻ്റെ ജന്മം നടന്നത്, അതിൻ്റെ പേരാണ് രണ്ടാം ജന്മം എന്ന് പറയുന്നത്. പുതുപ്പിറവി എന്ന് പറയാം, വീണ്ടും ജനനം, പുനർജന്മം. ആ ജന്മം നടന്നത് ഈ 1970-ലാണ്. എന്നാൽ ദൈവത്തിന് സ്തോത്രം, 1970 ജനുവരി മാസം 17-ാം തീയതി ശനിയാഴ്ച രാത്രി ഞാൻ ജനിച്ചത് ഈ ഭൂമിയിലേക്കല്ല. 57 ജനിച്ചത് ഞാൻ ഈ ഭൂമിയിലേക്കാണ്. എന്നാൽ 70 ജനുവരി 17 ഞാൻ ജനിച്ചത് സ്വർഗത്തിലേക്കാണ്. ഇവിടുത്തെ പഞ്ചായത്തിൻ്റെയോ വില്ലേജിൻ്റെയോ ജനറൽ രജിസ്റ്ററിൽ എൻ്റെ പേര് ഞാൻ ഇവിടെ ജനിച്ചപ്പോൾ എഴുതി, ഈ ഭൂമിയിൽ ജനിച്ചപ്പോൾ എഴുതി. എന്നാൽ എൻ്റെ പുനർജന്മത്തിൽ ഒരു കൈക്കും തിരുത്താനോ മായ്ച്ചു കളയാനോ കഴിയാത്ത വിധത്തിൽ സ്വർഗത്തിലെ ജീവനുള്ള ദൈവത്തിൻ്റെ കരാങ്കുലി കൊണ്ട് എൻ്റെ പേര് വേറെ ഒരു രജിസ്റ്ററിൽ എഴുതി. ആ രജിസ്റ്ററിൻ്റെ പേരാണ് ജീവൻ്റെ പുസ്തകം. അന്നാണ് ഞാൻ പുനർജനിക്കുന്നത്. ആ ജനനം എൻ്റെ ജീവിതത്തിലെ, ആത്മീക ജീവിതത്തിലെ പുതിയ ഒരു അധ്യായമാണ്. ആ ജനിച്ച ജനനം, ഞാൻ ഒരു വാക്കൂടെ പറയട്ടെ പ്രിയപ്പെട്ടവരെ, 57 എൻ്റെ ജനനം ഞാൻ മരിക്കുമ്പോൾ ഇവിടെ അവസാനിക്കും. വീണ്ടും ജനനത്താൽ എനിക്ക് ലഭിച്ച നിത്യജീവൻ ഞാൻ ഇവിടെ മരിക്കുമ്പോൾ അവസാനിക്കുന്നതല്ല, നിത്യതയിലും ദൈവത്തോടൊപ്പം തുടരുന്നതാണ്. ഈ അനുഭവം പ്രാപിക്കാൻ ഒരു പൈസ ചെലവാക്കേണ്ട, ഒരു കൊച്ചണിവിരലിൻ്റെ പ്രവൃത്തി ചെയ്യേണ്ടതില്ല. യേശു ക്രിസ്തുവിനെ ജീവിതത്തിലേക്ക് കർത്താവും രക്ഷിതാവുമായി അംഗീകരിക്കുക മാത്രം ചെയ്യുകയാണ് വേണ്ടത്. ദൈവം അതിന് സഹായിക്കട്ടെ.